ഹലോ, എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റ് വേണ്ടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കസ്റ്റമൈസ്ഡ് ഹെയർ ബാൻഡാണ്. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന 1 ഇഞ്ച് നീളത്തിലുള്ള ഹോഴ്സ് ഹെയർ ലേസ് ആണ്. അപ്പോൾ 1 ഇഞ്ച് നീളമാണ്. ഞാൻ മെറ്റാലിക് ഫ്രെയിം സിൽവറാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഫ്രെയിം ഗോൾഡോ സിൽവറോ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. അത് ജസ്റ്റ് ആ ഒരു അളവ് വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തു. ഫസ്റ്റ് ഞാൻ ഹോഴ്സ് ഹെയർ ലേസ് എപ്പോൾ ചെയ്താലും അതിൻ്റെ എഡ്ജ് കവർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കാരണം ഇത് ടൈ ചെയ്ത് പോകുന്നതുകൊണ്ട് എപ്പോഴും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ടൈ ചെയ്ത് ഫസ്റ്റ് അതിൻ്റെ എഡ്ജ് എൻഡ് ടേപ്പ് കൊണ്ടൊന്ന് കവർ ചെയ്യുക. അല്ലെങ്കിൽ സാറ്റിൻ റിബൺ വെച്ചാൽ അതിനൊന്ന് ടൈ ചെയ്തിട്ട് പോകുന്നതാണ് കണ്ടിന്യൂ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ അതേ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക, അതിന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുക്കുക. സാറ്റിൻ റിബൺ വെച്ച് നമുക്ക് ഗ്ലൂ കൊണ്ട് ഒട്ടിച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഓരോരോ ചെറിയൊരു ഗ്യാപ്പ് വെച്ചിട്ട് അതിനൊന്ന് ടൈ ചെയ്ത് കൊടുക്കാം. ഈ ടൈ ചെയ്യുമ്പോൾ തീരെ നമ്മളിങ്ങനെ പിടിച്ചു വെച്ചിട്ട് തീരെ ടൈറ്റായിട്ട് ഇത് ചെയ്യൽ, ചെറിയൊരു ഗ്യാപ്പ് വേണം. ചെറുതായിട്ടൊന്ന് ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു ഗ്യാപ്പ് പോലെ കൊടുത്തിട്ട് വേണം അതിനവിടെ ടൈ ചെയ്യാൻ. അത് ഞാൻ അടുത്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ അത് മനസ്സിലാവും എന്താണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന്. ഇതുപോലെ ഒന്ന് എന്താ പറയുക, എനിക്ക് കുറച്ചുകൂടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. കാരണം എല്ലാം വൈറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. ഇതുപോലെ കുറച്ച് പൊങ്ങിയിരിക്കും. നമ്മളിങ്ങനെ വലിച്ചു പിടിച്ച് ടൈ ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടിരിക്കും, സ്ട്രെച്ച് ചെയ്തിരിക്കും. ഒന്ന് എന്താ പറയുക, ഒരു ചെറിയൊരു കുറച്ചൊന്ന് ഗ്യാപ്പ് കൊടുത്തിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ഇതുപോലെ പൊങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. തീരെ ടൈറ്റ് ആക്കാതെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ടൈറ്റ് ആക്കാതെ ഇതുപോലെ ഇങ്ങനെ പൊങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് അതൊരു ഭംഗിയാണ്. അപ്പോൾ നമ്മളത് അവിടെ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ കുറച്ച് ഭംഗിയായിരിക്കും, ഇങ്ങനെ പൊങ്ങിയിരിക്കും. അതാ നമുക്ക് എത്ര എന്താ പറയുക, ഒരു ഗ്യാപ്പ്, ആ ഒരു ഗ്യാപ്പിൻ്റെ ഒരു ഉദ്ദേശം വെച്ചിട്ട് വേണം അങ്ങോട്ട് ചെയ്യാൻ കേട്ടോ. ഇതുപോലെ ത്രെഡ് വെച്ചിട്ട് കവർ ചെയ്യാൻ, ത്രെഡ് വെച്ചിട്ട് അവിടെ ടൈ ചെയ്യാൻ കേട്ടോ. ഞാൻ ആദ്യം ത്രെഡ് എടുത്തപ്പോൾ അത് പൊട്ടി പോകുമായിരുന്നു. അതുകൊണ്ടാണ് ഞാനവിടെ നമ്മുടെ വയർ വെച്ചിട്ട് ടൈ ചെയ്തത് കേട്ടോ. എൻ്റെ ഇതിൽ നിന്ന് അത്ര നല്ലതല്ല, അത് ഞാൻ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ അത് പൊട്ടി വരെയായിരുന്നു, പഴകിയതായിരുന്നു അതാ. ഇനി ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമ്മളങ്ങോട്ട് എന്താ പറയുക, കണ്ടിന്യൂസ് ആയിട്ട് അതിന് ആ ഒരു നമ്മൾ ചെയ്യുന്നില്ലേ ആ ഒരു ഗ്യാപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കിയും കൂടെ എന്ത് ചെയ്യുക, ടൈ ചെയ്യുക. ഞാൻ മൊത്തം 6 എണ്ണമാണ് എടുക്കാൻ ഉദ്ദേശിച്ചാൽ 6 എണ്ണമാണ്. അപ്പോൾ എന്താ പറയുക, ഒരു മൂന്നാമത്തെ വരുമ്പോൾ സെൻറ്ററിൽ വരണം, അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് ചെയ്തത്. കാരണം എന്നാലേ എല്ലാ എല്ലാത്തിൻ്റെയും ഒരു ഗ്യാപ്പുകൾ തമ്മിൽ എന്ത് ചെയ്യുള്ളൂ, ഒരു സിമിലാരിറ്റി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒന്ന് കൂടുതലും ഒരിടത്ത് കുറവും അങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് അപ്പോൾ അതൊന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. കണ്ടില്ലേ, ഏകദേശം എല്ലാം ഒരേ ഒരു ഇതാണ്. എല്ലാം ആക്യുറേറ്റ് ആവില്ല ചിലപ്പോൾ, എന്നാലും ഏറെക്കുറെ കറക്റ്റ് ആയിരിക്കും. ഇനി ബാക്കി ചെയ്യുന്നത് നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ ഇഷ്ടത്തിന് എന്ത് വേണോ ചെയ്യാം. ശരിക്കും പറഞ്ഞത് ഒരു കസ്റ്റമൈസേഷനായിരുന്നു. ഈ കളർ വെച്ചിട്ടുള്ള ഒരു ഫ്ലവറാണ് അവർ പറഞ്ഞത്. എൻ്റെ കയ്യിൽ 4 ഫ്ലവറേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ഐഡിയ വെച്ച് ചെയ്തു വന്നപ്പോൾ അവസാനം ഒരു 3 എണ്ണം എടുത്തു കേട്ടോ, സെൻറ്ററിൽ വയ്ക്കാനായിട്ട്. ഇതുപോലെ 3 ഫ്ലവർ എടുത്ത് സെൻറ്ററിൽ കൊടുത്തു. ജസ്റ്റ് ഗ്ലൂ ഗൺ കൊടുത്താണ് ഞാൻ പേസ്റ്റ് ചെയ്തത്. നമുക്ക് സാധാ B7000 ഗ്ലൂ കൊടുത്തിട്ട് നന്നായിട്ട് അവിടെ ഒട്ടിച്ചെടുക്കാം. അതിനുശേഷം ആ എഡ്ജിലില്ലേ ഇതുപോലെ എന്താ പറയുക, ഒട്ടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് വയ്ക്കണം. ആ പ്രസ് ചെയ്തൊന്ന് പിടിക്കുമ്പോൾ എന്ത് ചെയ്യുക, നന്നായിട്ട് എന്താ ചെയ്യുക, പേസ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് അത് നമ്മൾ ഗ്ലൂ ഗണ്ണല്ല, ഏത് ഗം കൊണ്ട് ചെയ്താലും അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് എന്ത് ചെയ്ത് ഒരു ഹാഫ് കട്ട് ബീഡ്സ് 2 എഡ്ജിലും അടുത്ത 2 സൈഡിലെ എഡ്ജിൽ വരുന്നതിൽ ഒരു കട്ട് ബീഡ്സാണ് കൊടുത്തത് കേട്ടോ. ഇതുപോലെ കൊടുത്ത് ജസ്റ്റ് അവിടെ ഒന്ന് ഒട്ടിച്ച്, ഇതൊക്കെ നമ്മുടെ സാധാ ഗ്ലൂ കൊണ്ട് ഒട്ടിച്ചാൽ മതിയിരിക്കും. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കയ്യിലുണ്ടാവും നല്ല മെൽറ്റായ ഗ്ലൂ, അതുകൊണ്ട് ചെയ്യുന്നതേ ഉള്ളൂ. കാരണം ഈ ഗ്ലൂ നല്ല മെൽറ്റഡ് അല്ല, നല്ല വോൾട്ടിൻ്റെ അല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതുപോലെ ഒട്ടിക്കാൻ പറ്റില്ല. അതാ. ഇനി അതിൻ്റെ സെൻറ്ററിലേക്ക് ഞാൻ സ്റ്റോൺ ചെയിനാണ് കൊടുക്കുന്നത്, സിൽവർ കളർ. എൻ്റെ ഫ്രെയിം സിൽവറാണ്. നമ്മൾ ഗോൾഡ് ആണെങ്കിൽ ഗോൾഡ് ചൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇതുപോലെ സെൻറ്ററിൽ ഒന്ന് വയ്ക്കുക, കട്ട് ചെയ്യുക, ഒട്ടിക്കുക. ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ ഫാസ്റ്റായിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി അങ്ങോട്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടേതായ ഓരോ ഐഡിയയില്ല ചെയ്തു വരുന്നത്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇനി ആ ഫുൾ ഫ്രെയിമിൽ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഒട്ടിക്കുകയാണ് കേട്ടോ. ഇതുപോലെ പിന്നെ കൈ കൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ. കാരണം എന്താ പറയുക, ഗ്ലൂ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ തൊടുന്നിടത്തൊക്കെ ഇളകി വരും കേട്ടോ. കാരണം നല്ല ഒട്ടുന്ന ഗ്ലൂ ആണ്. അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ പെട്ടെന്നാകും. ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ പെട്ടെന്ന് കയ്യിൽ പ്രസ് ചെയ്തിട്ട് നമ്മൾ തൊടുന്നെടുത്തുനിന്നെല്ലാം ഇളകി വരും. ഞാൻ ഒരിടത്തുനിന്ന് ഒട്ടിക്കും, എൻ്റെ മോൻ അടുത്ത സൈഡിലൊന്ന് പിടിച്ച് വലിക്കുകയായിരുന്നു കേട്ടോ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ. അപ്പോൾ എന്താ പറയുക, ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചൊക്കെ ഒന്ന് ചെയ്യുക. ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഞാൻ എല്ലാം വളരെ ഫാസ്റ്റായിട്ട് അങ്ങ് കവർ ചെയ്ത് കേട്ടോ. ഒട്ടിക്കാനൊന്നും ഒത്തിരി സമയമൊന്നും എടുക്കത്തില്ല ഇത്.
എന്നിട്ട് എല്ലാ ഫ്ലവറിൻ്റെയും നമ്മൾ ചെയ്തില്ലേ ഓരോ സൈഡിലും ഒക്കെ ടൈ ചെയ്തില്ലേ അതിൻ്റെ നമ്മൾ ഫ്ലവർ കൊടുത്ത് കട്ട് ബീഡ്സ് കൊടുത്ത് അതിൻ്റെ 4 സൈഡിലും എന്താ പറയുക ക്ലിപ്പ് സ്റ്റോൺ കൊടുക്കുക ഞാൻ. ക്ലിപ്പ് സ്റ്റോൺ, ഇനി കളർ ക്ലിപ്പ് സ്റ്റോൺ ഉണ്ടെങ്കിൽ ക്ലിപ്പ് സ്റ്റോൺ കൊടുക്കാം. ഗോൾഡൻ സിൽവർ ബീഡ്സ്, ഞാനിപ്പോൾ സിൽവർ എടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് സിൽവർ കൊടുക്കുക. സിൽവർ ബീഡ്സ് ഉണ്ടെങ്കിൽ ബീഡ്സ് കൊടുക്കാം. നമ്മുടെ കയ്യിൽ എന്താണുള്ളത് അത് കൊടുക്കാം. അതൊക്കെ ഓരോ ചോയ്സാണ്. ഇനി അവിടെ നമുക്ക് എന്തെങ്കിലും പാച്ചസ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതുപോലെ ക്ലിപ്പ് സ്റ്റോൺ 4 ക്ലിപ്പ് സ്റ്റോൺ ആണ് കൊടുത്തത്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഫുൾ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഈ എഡ്ജിൽ മാത്രമല്ല ത്രൂ ഔട്ട് നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ ഞാനത് കൊടുക്കുന്നുണ്ട്. എല്ലാ ആ ഒരു ഫ്ലവറിൻ്റെയും കട്ട് ബീഡ്സിൻ്റെയും ഗ്യാപ്പിൽ കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരിടത്ത് ഫ്ലവറും ഒരിടത്ത് കട്ട് ബീഡ്സ്, ഒരിടത്ത് ഫ്ലവർ കട്ട് ബീഡ്സ് അങ്ങനെയും കൊടുത്ത് ചെയ്യാം കേട്ടോ. ഇതുപോലെ ഇനി അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ടിരിക്കും. കാരണം ഹോഴ്സ് ഹെയർ ആയതുകൊണ്ട്, കാരണം ഞാൻ പറഞ്ഞില്ലേ നമ്മളിങ്ങനെ കുറച്ച് ഗ്യാപ്പ് ടൈറ്റായിട്ടല്ല ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് പൊങ്ങി നിൽക്കും. ആ പൊങ്ങി നിൽക്കുമ്പോൾ നമ്മൾ നന്നായിട്ടൊക്കെ പ്രസ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അത് ഇളകി വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഗ്ലൂ ഒക്കെ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക ഇളകി വരത്തില്ല. നന്നായിട്ട് പ്രസ്സായി കഴിഞ്ഞാൽ അത് ഇളകി വരത്തില്ല കേട്ടോ. ഇതുപോലെ ഇനി അത് ഫുള്ളായിട്ട് ഞാൻ അങ്ങനെ തന്നെ ചെയ്തു കേട്ടോ. വളരെ സിമ്പിളാണ്. നമുക്ക് ഇതിപ്പോൾ ഈ സൈഡിൽ ഇത് ഒത്തിരി വീതിയുള്ള ഇതല്ല, 1 ഇഞ്ചിൻ്റെതാണ്. ഇപ്പോൾ 2 ഇഞ്ചിൻ്റെയൊക്കെയാണ് നമ്മൾ എടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയുക സൈഡിൽ വേണമെങ്കിൽ നമുക്ക് എന്താ പറയുക ഈ സ്റ്റോൺ ചെയിനൊക്കെ കൊടുക്കാം. അത്രത്തോളം വീതി കുറഞ്ഞതുകൊണ്ട് അവർക്ക് വീതി കുറഞ്ഞത് മതിയെന്ന് പറഞ്ഞിട്ടുണ്ട്. വീതി കൂടിയത് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സിമ്പിളായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളതായത് കൊണ്ടാണ് ഫുള്ളിങ്ങനെ സ്റ്റോൺസ് കൊടുക്കാതെ ഇടയ്ക്കിടയ്ക്ക് കൊടുത്ത് ചെയ്തത്. ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഗം കയ്യിലുണ്ടെങ്കിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗമ്മിൽ കൂടെ നമ്മുടെ കയ്യിൽ അതിങ്ങനെ എല്ലാം ഇളകി വരും കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെയാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇതെല്ലാം ഒന്ന് പ്രസ് ചെയ്യുക. നോക്കിക്കേ, വളരെ ബ്യൂട്ടിഫുൾ അല്ലേ. ഇനി ഞാൻ ഇതിൻ്റെ ഇടയിൽ 2 കട്ട് ബീഡ്സ് കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും മതി. പിന്നെ ഞാൻ 2 വൈറ്റ് കളർ, അവർക്ക് ഒരു വൈറ്റ് ഡ്രസ്സാണ്, വൈറ്റും ഈ ഒരു കളർ കോമ്പിനേഷനാണ്. അതുകൊണ്ട് ആ ഇടയിൽ ഓരോ വൈറ്റ് കളർ കട്ട് ബീഡ്സ് കൂടെ കൊടുത്തു കേട്ടോ. ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം വളരെ സിമ്പിളായിരുന്നു. നമ്മൾ ഒരു പറയുമ്പോൾ അവർക്കൊരു എക്സ്പെക്റ്റേഷൻ കാണുമല്ലോ, അതുപോലെയായിരുന്നു. കാരണം ഈ ഹോഴ്സ് ഹെയർ ലൈസൊക്കെ നമ്മളിങ്ങനെ ജസ്റ്റ് കാണുന്നതിനെക്കാളും അത് ഹെയറിൽ വയ്ക്കുമ്പോഴാണ് അതിൻ്റെ ശരിക്കും ആ ഒരു ഒറിജിനൽ ഭംഗി വരുന്നത് കേട്ടോ. വളരെ ബ്യൂട്ടിഫുള്ളാണ്. വളരെ കോസ്റ്റ് കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ആക്സസറീസിലൊന്നാണ് ഈ ഹോഴ്സ് ഹെയർ ലൈസിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇത് ഹോഴ്സ് ഹെയർ ലൈസ് നമ്മുടെ ഹെയർ ആക്സസറി മാത്രമല്ല, നമ്മുടെ ഈ ഡ്രസ്സിൻ്റെ ഫ്രില്ലൊക്കെ ഇല്ലേ, ഫ്രില്ലിലൊക്കെ ഇങ്ങനെ ഫ്രോക്കിലൊക്കെ വെക്കുന്നതാണ് പിള്ളേർ. അതൊക്കെ ഡാമേജ് ആകുമ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിരുന്നാൽ ഇതുപോലെയൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ ഫസ്റ്റ് ഇതൊക്കെ തുടങ്ങുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. ഇപ്പോഴും അതുപോലെ തന്നെ എന്ത് കിട്ടിയാലും ഇതുപോലെയൊക്കെ എടുത്ത് വെക്കും കേട്ടോ. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ ഇടയിലേക്ക് ഞാൻ വൈറ്റ് കളർ കട്ട് ബീഡ്സ് കൂടെ കൊടുത്തപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ചുകൂടെ അതൊന്ന് എടുത്ത് നിന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്താ പറയുക നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിള്ളേർക്കൊക്കെ ആയാലും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.